ഹലോ. ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണോ അത്, നമുക്ക് ഫ്യൂച്ചറിൽ അത് ബെനിഫിറ്റ് ഉണ്ടാകുമോ, നമ്മൾ എങ്ങനെ ഒരു ഡിസിഷൻ എങ്ങനെ മേക്ക് ചെയ്യും? അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റൈറ്റ് ഏരിയയിലാണോ, റൈറ്റ് സബർബിലാണോ നമ്മൾ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളൊരു 60% വർക്കും അതാണ്. അതിനകത്ത് നിന്നാണ് പിന്നെ നമ്മൾ ക്യാപിറ്റൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ, ഹെവി ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു സബർബ് സെലക്ഷൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മളൊരു സബർബ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അവിടുത്തെ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത്, അവിടുത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇംബാലൻസ്, പിന്നെ അവിടുത്തെ ഒരു വേക്കൻസി റേറ്റ്, അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ സബർബിന്റെ പാർട്ട് നമുക്ക് ഓക്കെ ആണെന്നാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് 60% ഓഫ് ദ വർക്ക് നമ്മൾ ഈ സബർബ് ഐഡന്റിഫൈ ചെയ്ത് ബെറ്റർ ഏരിയയിൽ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇനി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോപ്പർട്ടീനെ പറ്റിയാണ്. പ്രോപ്പർട്ടി സ്പെസിഫിക് ഫാക്ടേഴ്സ് കുറച്ചുണ്ട് നമ്മൾ പ്രോപ്പർട്ടിയിൽ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്തറിയാം. അപ്പം ഈ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടിയുടെ ഷേപ്പ്, ലാൻഡിന്റെ സ്ലോപ്പ്, പിന്നെ അതിന്റെ സ്ട്രീറ്റ് അപ്പീല്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഹൗസിംഗ് കമ്മീഷൻ ഉണ്ടോ അതിന്റെ അടുത്ത്, അതിന്റെ ഫ്ലഡിലാണോ ബുഷാണോ, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടെ ഓക്കെ ആണെങ്കിൽ ഇതെല്ലാം കൂടെ ആ ഒരു 40% ഒരിക്കലും നമുക്കൊരു 100% ഓക്കെ ആയിട്ടുള്ള സബർബും 100% ഓക്കെ ഉള്ള പ്രോപ്പർട്ടിയും നമുക്ക് കിട്ടുന്നില്ല പറഞ്ഞാൽ. അറ്റ്ലീസ്റ്റ് 80% എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള ഈ ഇൽഡ് കിട്ടുന്നുണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് ഫ്ലോ അതിനകത്ത് വരുന്നുണ്ടോ, നമുക്ക് അങ്ങനെ കുറച്ച് പേഴ്സണൽ നമ്മുടെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മളൊന്ന് ഈ രണ്ട് ഫാക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന റൈറ്റ് ലൊക്കേഷനിൽ റൈറ്റ് പ്രോപ്പർട്ടിയാണ്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പ്രോപ്പർട്ടി ആണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക, നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു.